കെ സുധാകരൻ എന്ന കണ്ണൂർ ശിങ്കത്തെ ഗർജിപ്പിച്ച് ഒരു അരിക്കാക്കിയ കണ്ടെത്തൽ പത്രത്തിന്റെ അടുത്ത ഇരയാണ് വ്യാജം മാങ്കൂട്ടം. കണ്ണൂരിലെ CPM ശക്തി കേന്ദ്രങ്ങളായ മലപ്പട്ടത്ത് കുറെ ക്രിമിനലുകളെയും കൂട്ടി വന്ന് കാട്ടിക്കൂട്ടിയ ആഭാസത്തരത്തെ മഹത്തരമാക്കിയത് ഇതേ പത്രമാണല്ലോ. ആഭാസത്തരങ്ങളുടെ വീഡിയോ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിട്ടും വ്യാജനെ അടുത്ത ഗർജൻ ശിങ്കമാക്കാനാണ് മനോരമയുടെ പരിപാടി. കണ്ണൂരിൽ ഇന്നിറങ്ങിയ ആ പത്രത്തിൽ മലപ്പട്ട സംഭവം സംബന്ധിച്ച മറ്റ് വാർത്തകൾക്ക് പുറമെ ഒരു പേജ് സപ്ലിമെന്റ് കൂടി ഇതിനു വേണ്ടി അടിച്ചിറക്കിയിട്ടുണ്ട്. അതിൽ വ്യാജൻ മാങ്കൂട്ടത്തിന്റെ പ്രസംഗം 3 കോളം വലിച്ചു നീട്ടി നൽകിയിട്ടുമുണ്ട്. റീത്ത് വയ്ക്കുമെന്ന് പറഞ്ഞ് വിരട്ടാൻ വരണ്ട രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നാണ് അതിന്റെ തല. ഇനി വ്യാജം പറഞ്ഞത് നോക്കാം. ഞാൻ കണ്ണൂരിൽ വന്നാൽ CPM ജില്ലാ സെക്രട്ടറി പുഷ്പചക്രം വയ്ക്കുമെന്ന് പറയുന്നത് കേട്ടു. ഞാൻ ഇനിയും വരും കണ്ണൂരിൽ. അത്ര ക്യാമ്പിയർ ഉണ്ടെങ്കിൽ പുഷ്പചക്രം വയ്ക്കട്ടെ. പ്രസംഗത്തിലെ ഈ വരി വെച്ചാണ് മനോരമയുടെ സൃഷ്ടി. യഥാർത്ഥത്തിൽ വ്യാജനെ CPM ജില്ലാ സെക്രട്ടറി KK രാഗേഷ് വിരട്ടിയിരുന്നോ? വ്യാജൻ കണ്ണൂരിൽ വന്നാൽ റീത്ത് വയ്ക്കുമെന്ന് പറഞ്ഞിരുന്നോ? കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വ്യാജ ഐഡന്റിറ്റി കാർഡ് ഉണ്ടാക്കി യൂത്ത് പ്രസിഡന്റായ ചെങ്ങാതി തന്റെ കള്ളത്തരവും കാപട്യവും വിട്ട് ഒരു കളിക്കുമില്ലെന്നല്ലേ ഇത് വ്യക്തമാക്കുന്നത്? വ്യാജനും മറ്റ് ക്രിമിനലുകളും നേതൃത്വം നൽകിയ അക്രമ സമരത്തിൽ ഉയർന്ന മുദ്രാവാക്യവുമായി ബന്ധപ്പെട്ടല്ലേ രാഗേഷിന്റെ പ്രതികരണം? എന്തായിരുന്നു ആ മുദ്രാവാക്യം? കോൺഗ്രസ് ക്രിമിനലുകൾ ഒറ്റക്കുത്തിന് ഇല്ലാതാക്കിയ ധീരജ് രാജേന്ദ്രൻ എന്ന എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയെ കുത്തിയ ആ കത്തി അറബിക്കടലിൽ എറിഞ്ഞിട്ടില്ലെന്നും രാഗിമിണിക്ക് വീണ്ടും ഉപയോഗിക്കുമെന്നുമായിരുന്നു കൊലവിളി മുദ്രാവാക്യം. പഠനത്തിലും പാഠ്യേതര വിഷയങ്ങളിലും അതിസമർത്ഥനായ ഒരു വിദ്യാർത്ഥിയെ ഇടനെഞ്ചിൽ കത്തിയിറക്കി കൊന്നുകളഞ്ഞ് ഈ വ്യാജന്റെ ക്രിമിനൽ സംഘത്തിലെ കൊടും ക്രിമിനലായ നിഖിൽ പൈലിയുടെ നേതൃത്വത്തിലായിരുന്നു. പഴയ ശിങ്കം അന്ന് ഈ പൈലിയെയും സംഘത്തെയും കുറിച്ച് പറഞ്ഞത് എൻ്റെ പിള്ളേർ എന്നാണ്. ഇരന്ന് വാങ്ങിയ മരണമെന്ന് പറഞ്ഞ് മരണത്തിൽ പോലും ആ വിദ്യാർത്ഥിയെ ശിങ്ക അപമാനിച്ചു. വ്യാജശിങ്കം അന്ന് പറഞ്ഞത് ഒരു കുത്തല്ലേ കുത്തിയുള്ളൂ എന്ന്. അതേ വ്യാജം മുന്നിൽ നിന്ന് നയിച്ച ജാഥയിലാണ് കത്തി രാഗി മിനുക്കി വെച്ചിട്ടുണ്ടെന്ന് വീണ്ടും ഭീഷണി മുഴക്കിയത്. അതിനുള്ള മറുപടിയാണ് രാഗേഷ് നൽകിയത്. അങ്ങനെ കത്തിയുമായി വന്നാൽ എന്താണ് സംഭവിക്കുക എന്ന്. ആ പ്രസംഗത്തിൽ ഒരിടത്തും ഈ വ്യാജം വന്നാൽ എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ വ്യാജൻ അത് താനെന്ന് സമർത്ഥിക്കണം. അങ്ങനെ വീരപരിവേഷം കിട്ടണം. അങ്ങനെ അടുത്ത ശിങ്കമാവണം. പക്ഷെ മാങ്കൂട്ട് ഒരു കാര്യം ഓർത്താൽ മതി, ഒറിജിനൽ ശിങ്കം പോലും സൈഡായിരിക്കുന്ന അവസ്ഥയാണ്. എന്നിട്ടല്ലേ ഈ വ്യാജൻ എന്ന് വിളിക്കുന്നതിലാണ് സങ്കടം. വ്യാജൻ എന്നല്ലാതെ മറ്റെന്താണ് വിളിക്കേണ്ടതെന്ന് വ്യാജം പറയട്ടെ. ഇനി മലപ്പട്ടത്തേക്ക് വരാം. വ്യാജ യൂത്ത് കോൺഗ്രസിന്റെ അക്രമ സമരവും മൂടിവെക്കാൻ മനോരമ നടത്തുന്ന കളിയുടെ ഭാഗമായി ഇറക്കിയ സപ്ലിമെന്റ് പേജ് തന്നെ എടുക്കാം. അതിലെ ലീഡ് സൃഷ്ടിയുടെ തല ഇങ്ങനെയാണ്: സർക്കാരിന്റെ പ്രചാരണ ബോർഡ് നശിപ്പിച്ചാൽ പകരം ഗാന്ധി സ്തൂപമോ? വിശദീകരണം തിരിച്ചടിക്കുന്നു. കൊലവിളി മുദ്രാവാക്യം കോൺഗ്രസിന് തിരിച്ചടിയായി എന്ന് ഹൈലൈറ്റ്. അതെ, ആ കൊലവിളി മുദ്രാവാക്യവും മലപ്പട്ടത്ത് CPM ഓഫീസിന് നേരെ നടത്തിയ ആക്രമണവും കോൺഗ്രസിന് തിരിച്ചടിയായതുകൊണ്ടാണല്ലോ മനോരമയ്ക്ക് ഇങ്ങനെ മെഴുകേണ്ടി വരുന്നത്. മെഴുകൽ എങ്ങനെയെന്നല്ലേ? അത് വായിക്കാം. സർക്കാർ വാർഷികത്തിന്റെ പ്രചാരണ ബോർഡുകൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നശിപ്പിച്ചതാണ് മലപ്പട്ടം സംഘർഷത്തിന് കാരണമെന്ന ജില്ലാ സെക്രട്ടറി KK രാഗേഷിന്റെ വിശദീകരണം CPMന് തിരിച്ചടിയായി. പിണറായി വിജയന്റെ ചിത്രമടങ്ങിയ പ്രചാരണ ബോർഡുകൾ നശിപ്പിച്ചതിന് പ്രതികാരമായാണ് അടുവാപ്പുറത്ത് ഗാന്ധി സ്തൂപം തകർത്തതെന്ന് പരോക്ഷമായി സമ്മതിക്കുന്ന വിശദീകരണമാണ് ജില്ലാ നേതൃത്വത്തിൽ നിന്നുണ്ടായത്. നോക്കൂ, ഒരു ഇൻട്രോയും അടുത്ത വാചകവും തമ്മിലുള്ള വൈരുദ്ധ്യം. ആദ്യം പറയുന്നു ബോർഡുകൾ നശിപ്പിച്ചതാണ് തിരിച്ചടിക്ക് കാരണമായെന്ന് രാഗേഷ് പറഞ്ഞുവെന്ന്. എന്നാൽ അടുത്ത വരിയോ പരോക്ഷമായി സമ്മതിക്കുന്നുവെന്ന് വിശദീകരണമെന്ന്. അതായത് രാഗേഷ് അങ്ങനെ പറഞ്ഞിട്ടില്ല, പരോക്ഷമായി അതാണ് പറഞ്ഞതെന്ന റിപ്പോർട്ടറുടെ വ്യാഖ്യാനമാണത്. അതോടെ തന്നെ ആ വാർത്തയുടെ തലക്കെട്ടിന്റെ ഗ്യാസ് തീർന്നില്ലേ? അതുമാത്രമോ, അതേ സൃഷ്ടിയിൽ പറയുന്ന മറ്റൊരു വരി വായിക്കാം. കണ്ണൂർ നഗരത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മുഖ്യമന്ത്രിയുടെ പ്രചാരണ ബോർഡുകൾ നശിപ്പിച്ച സംഭവത്തിന് മലപ്പട്ടത്തെ സംഘർഷവുമായി എന്തെങ്കിലും ബന്ധമുള്ളതായി പോലീസ് FIRൽ പറയുന്നുമില്ല. ഈ സാഹചര്യമാണ് CPMനെ പ്രതിക്കൂട്ടിലാക്കുന്നത്. ആ തമാശ നോക്ക്. തലക്കെട്ടിലും ഇൻട്രോയിലും പൊക്കിക്കൊണ്ടുവന്ന ബോർഡ് നശിപ്പിച്ചു എന്നതിന്റെ പ്രതികാരമായി ഗാന്ധി സ്തൂപമോ എന്ന അതിവൈകാരികത വെറും പുകയായി മാറിയില്ലേ? അപ്പം അതെങ്ങനെ CPMന് തിരിച്ചടിയാവും? നമുക്ക് തിരിച്ച് മറുചോദ്യങ്ങൾ ചോദിക്കാം. എന്തിനാണ് ഗാന്ധി സ്തൂപം തകർത്തത്? ഗാന്ധി സ്തൂപം എന്നതിലൂടെ നാം കരുതുക രാഷ്ട്രപിതാവിന്റെ സ്തൂപം എന്നല്ലേ? യഥാർത്ഥത്തിൽ അതാണോ അവിടെ ഉണ്ടായിരുന്നത്? പുറമ്പോക്ക് സ്ഥലം കയ്യേറി ഒരു ക്രിമിനൽ അത് തന്റെ സ്ഥലമാണെന്ന് സ്ഥാപിച്ച് അവിടെ കല്ലുകൊണ്ടൊരു തൂണുണ്ടാക്കി. ആ തൂണിൽ കോൺഗ്രസ് നേതാക്കളുടെ ചിത്രം പതിച്ചു. അത് മഹാത്മജിയുടെ സ്തൂപം മാത്രമായിരുന്നുവെന്ന് ഈ സംഭവത്തിന് മുമ്പ് ആരും പറഞ്ഞിട്ടുമില്ല, കേട്ടിട്ടുമില്ല. മറ്റു പലരുടെയും ചിത്രങ്ങളുടെ കൂട്ടത്തിൽ ഗാന്ധിജിയുടെ ഫോട്ടോ വെച്ചാൽ അതെങ്ങനെ ഗാന്ധി സ്തൂപമാവും? അതവിടെ നിൽക്കട്ടെ. ഇത് തകർത്തത് CPM പ്രവർത്തകനാണെന്ന് ഇതുവരെ വല്ല തെളിവും കിട്ടിയോ? ഇല്ല. അപ്പൊ പഴയ ചൊല്ല് തന്നെ, ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ. അത് അപ്പാടെ അങ്ങ് വിശ്വസിക്കാൻ വരട്ടെ. ഓർമ്മയില്ലേ ഇവരുടെ വയനാടൻ വീരകഥ? സാക്ഷാൽ രാഹുൽ ഗാന്ധിയുടെ ഓഫീസിലെ രാഷ്ട്രപിതാവിന്റെ ഫോട്ടോ SFI പ്രവർത്തകർ വലിച്ചെറിഞ്ഞ് നശിപ്പിച്ചു എന്ന കഥ മാധ്യമ പിന്തുണയോടെ ആഴ്ചകൾ ആഘോഷിച്ചില്ലേ? ഒടുവിൽ സത്യം പുറത്തു വന്നല്ലോ. ഇതേ ഗാന്ധി ശിഷ്യരല്ലേ ഗാന്ധി നിന്ന് നടത്തിയത്?
സ്വന്തം മുടി മുറിച്ച് അത് CPM ആണെന്ന് വിലപിച്ച സതികുമാരിയുടെ എപ്പിസോഡ് ഓർമ്മയില്ലേ? മകനെ കൊണ്ട് വീടിന്റെ ചില്ലെറിഞ്ഞ് പൊട്ടിച്ച് CPM-ന്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കിയ തലസ്ഥാനത്തെ വനിതാ നേതാവിന് ഓർമ്മയില്ലേ? യൂണിവേഴ്സിറ്റി കോളേജിലെ SFI ചാപ്പകുത്ത് കഥ ഓർമ്മയില്ലേ? ശെൽവരാജിന്റെ വീട് കത്തിക്കൽ കഥ ഓർമ്മയില്ലേ? അങ്ങനെ എന്തെല്ലാം വ്യാജന്മാർ. അതുകൊണ്ട് തന്നെ ഈ സ്തൂപം തകർക്കൽ കഥയും വെള്ളം കൂടാതെ വിഴുങ്ങാൻ വരട്ടെ. മനോരമ എത്രയൊക്കെ പതപ്പിക്കാൻ ശ്രമിച്ചാലും അതൊക്കെ തിരിച്ചറിയാനുള്ള വിവേകം ജനങ്ങൾക്കുണ്ട്.